ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ശ്രദ്ധിക്കണം, ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ആ പദം ഒന്ന് ശ്രദ്ധിച്ച്. ബാല്യക്കാരാ, അവന് പേരുണ്ട്. അവൻ്റെ പേര് ബാല്യക്കാരൻ എന്നല്ല, അവനൊരു പേരുണ്ട്. പക്ഷെ യേശു അവനെ പേര് പറഞ്ഞല്ല വിളിക്കുന്നത്. ബാല്യക്കാരാ, എബി ശ്യാം മുന്നോട്ട് വരാൻ പറഞ്ഞു. എബി ശ്യാം മുന്നോട്ട് വന്നു. ദാ വന്നിരിപ്പുണ്ട്. അതിന് കാരണം ജീവനുള്ളതുകൊണ്ടാണ് വന്ന് ഇരിക്കുന്നത്, വിളിച്ചപ്പോൾ വന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ വായിച്ച വാക്യം ശ്രദ്ധിക്കണം. ജീവനുള്ളവനെ അല്ല വിളിക്കുന്നത്, ജീവനില്ലാത്തവനെ. 3 പ്രാവശ്യം ഞാൻ പറയാൻ പോവുകയാണ്. ജീവനില്ലാത്തവനെ, ജീവനില്ലാത്തവനെ, ജീവനില്ലാത്തവനെ. ഡേയ് എഴുന്നേറ്റ് വാടാ. കാൽവരിയുടെ രക്തത്താൽ ഒരേറ്റ വിളി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത് അവസാനിച്ചു എന്ന് നീ തീരുമാനിച്ചത്, അവസാനിച്ചെന്ന് നീ കരുതിയത്, തീർന്നെന്ന് 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 നീ കരുതിയത്, അവസാനിച്ചെന്ന് നീ കരുതിയത്. റീത്ത് വയ്ക്കാൻ സമയമായി, കുഴിമാടം വെട്ടാൻ സമയമായി, കുഴിക്കകത്ത് വയ്ക്കാൻ സമയമായി, മണ്ണൊട്ട് മൂടാൻ സമയമായി. യേശു പറയുന്നു, ബാല്യക്കാരാ, ഞാൻ എന്തിനു വേണ്ടി, ഞാൻ എന്തുകൊണ്ട് ജീസസിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു? ആൻസർ, കൈവിട്ടു പോയവനെ മടക്കി തരാൻ ഇവിടത്തെ LDFനും UDFനും കഴിയാതിരിക്കുമ്പോൾ കൈവിട്ട് പോയവർ, ഞാൻ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ജീസസിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു? ആൻസർ, എത്ര കൈവിട്ടുപോയത്, 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 കടൽ കൊണ്ടുപോയത്, കാറ്റ് കൊണ്ടുപോയത്, മടക്കി തരും. കടൽ കൊണ്ടുപോയത്, കാറ്റ് കൊണ്ടുപോയത്. പോരാ, വാ തുറന്ന് കൈയടിച്ച് ആത്മാവിൽ സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു? ഓ, കാറ്റ് കൊണ്ടുപോയതും കടൽ കൊണ്ടുപോയതും തിരികെ തരാതിരിക്കുമ്പോൾ മടക്കി തരാൻ കഴിവുള്ള ഒരു ദൈവം, മടക്കി തരാൻ കഴിവുള്ള ദൈവം. കുഴിമാടം വെട്ടി കഴിഞ്ഞു, റീത്തൊരുക്കി കഴിഞ്ഞു. കാൽവരിയുടെ രക്തത്താൽ ജയം. അഡാനാവയുടെ മനാസി, കാൽവരിയുടെ രക്തം. നീ ഇന്ന് വിശ്വസിച്ചാൽ അത്ഭുതം നീ കാണും. ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണും. ഇന്ന് നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ഉദാരാമനാദാരപാല വയുടെ റബത്തുനാദകൽപനേ ജാലദസ്. ഈ റിമോട്ടും എടുത്തും കൊണ്ട് ആരെ പേര് പറയട്ടെ, ജോഷുവ ഇത് എടുത്തുകൊണ്ട് ഓടുകയാണെന്ന് വിചാരിച്ചു. ഈ റിമോട്ട് എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഇത് നിശ്ചലമായി കഴിഞ്ഞു. അപ്പം റിമോട്ട് എടുത്തുകൊണ്ട് ജോഷുവ ഓടിക്കൊണ്ടിരിക്കുക. ജോഷുവ ഏകദേശം മേപ്പക്കട ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ജോഷുവ പിരിച്ചുകൊണ്ടുവാ. പറഞ്ഞു തീരുന്നവന് മുമ്പേ ജോഷുവ മടങ്ങി വന്നു. അവൻ്റെ ജീവനെ പറിച്ചുകൊണ്ട്, അവൻ്റെ ആയുസ്സിനെ പറിച്ചെടുത്തുകൊണ്ട്
അധിക സമയമൊന്നും ആയിട്ടില്ല, ഒരല്പസമയമായിട്ടുള്ളൂ. ഇവിടെ എണീക്കട എന്ന് പറഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. പിടിച്ചുകൊണ്ട് പോയവൻ, കൈവിട്ട് പോയത്, കൈവശം ഇരുന്നത്, നഷ്ടപ്പെട്ടവർ, അടിച്ചു മാറ്റിയവർ, കൊണ്ടുപോയവർ വിശ്വസിക്കുന്നവർ ആരാപിച്ചു കയറും. കൈവിട്ടു പോയവർ, പിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞവർ, തിരികെ തരുന്ന ഒരു ദൈവം നീ വിശ്വസിക്കും. കൈവിട്ടു പോയവെല്ലാം തിരിച്ചു വരുന്ന ഒരു ദൈവം, കൈവിട്ടു പോയവെല്ലാം തിരിച്ചു വരുന്ന ഒരു ദൈവം. ഒരു ഭയങ്കര പകർച്ച ഇറങ്ങുകയാണ്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഈ ആഴ്ച നീ അത് കാണും, ഈ മാസം നീ അത് കാണും, ഈ വർഷം നീ അത് കാണും. കുഴിമാടം വെട്ടിയത് അവിടെ കിടക്കും, റീത്ത് അവിടെ ഇരുന്ന് ഉണങ്ങി കരിയും. ഓ ചൂടാല പൗടാപം, നിന്റെ അവകാശത്തെ തൊടാൻ, നിന്റെ ഉയർച്ചയെ തൊടാൻ, നിന്റെ ഉന്നമനത്തെ തൊടാൻ, നിന്റെ വിദ്യാഭ്യാസത്തെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ പിശാചിന് കഴിയുകയില്ല. അതെങ്ങനെയാ പാസ്? അതിൻ്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. ഓ ജീസസ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം നീ കാണും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം നീ കാണുമെന്നാ പറഞ്ഞ്. കാൽവറിയുടെ രക്തത്താൽ പത്രോസേ എന്നടാ പടക നിറയാത്തത്? അറിയില്ല. പത്രോസ് എന്നടാ പടക നിറയാത്തത്? അടുത്ത് നിൽക്കുന്ന പടകുകാര് ചോദിക്കുമ്പോൾ പത്രോസിന്റെ മറുപടി അറിയില്ല. ആമേ പറഞ്ഞു ചോദിച്ചവർ തിരിച്ചു വരുമ്പോൾ കാമേ പടക് മുങ്ങത്തക്ക നിലയിൽ കൂമ്പാരമായി കിടക്കുന്ന മീന് കണ്ട് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. ഓ നിന്റെ ലൈഫിൽ നീ കാണും, നിന്റെ കുടുംബത്തിനകത്ത് നീ കാണും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ഇളക്കിയ നിരാശ വിട്ടുമാറി ആത്മമണ്ഡലത്തിൽ സ്തോത്രം ചെയ്യണം. കാൽവറിയുടെ രക്തത്താൽ ജയം. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നിന്റെ ലൈഫിൽ നീ കാണും, നിന്റെ കുടുംബത്തിൽ നീ കാണും. വിശ്വസിക്കുന്നവർ ശക്തിയോട് മാസി. ബോഡി വീട്ടിൽ നിന്നെടുത്തു 6 അടി മണ്ണിലേക്ക് കുഴിച്ചിടേണ്ടതിന് കുഴി റെഡിയായി കഴിഞ്ഞു. നേരത്തെ ക്രമീകരിച്ച വാളണ്ടിയേഴ്സ് ബോഡിയെ പൊക്കിയെടുത്തു, വീട്ടിൽ നിന്നിറക്കി 2 ഈടി അമ്മ അങ്ങ് ഇടിച്ചു. എൻ്റെ പൊന്നുമോനെ എല്ലാവരും കൂടെ പിടിച്ചു തള്ളയ മുറിക്കകത്ത് കിടത്തി. അമഞ്ചക്കാര് ചുമന്നു, കല്ലറയ്ക്കും വീടിനും നടുക്കെത്തി. ഒരാൾ വന്നു, നില്ലടാ അവിടെ. എന്നുവെച്ചാൽ ഡെലിവറൻസ് അതിൻ്റെ നടുവിൽ നടക്കുകയാണ്. ഞാൻ അനങ്ങാനുവദിക്കത്തില്ല. ഓ ജീസസ്, നിന്റെ ഭാവിയെ തടഞ്ഞു കെട്ടിയത്, നിന്റെ ഉയർച്ചയെ തടഞ്ഞു കെട്ടിയത്, നിന്റെ ഉന്നമനത്തെ തടഞ്ഞു കെട്ടിയത്, നിന്റെ അവകാശത്തെ തടഞ്ഞു കെട്ടിയത്, വിശ്വസിക്കുന്നവർ ആരാപിച്ചു കയറും. തടയിട്ട് കളയും, കൊണ്ടുപോടാ, പിരിച്ചു കൊണ്ടുപോടാ. എടുത്തവനോട് പറയുന്നു കൊണ്ടുപോയി, എടുത്തവനോട് കൊണ്ടുപോയി. എടുത്തവനോട്, അപകരിച്ചവനോട്, പട്ടി പറിച്ചവനോട് യേശു പറയുന്നു കൊണ്ടുപോയടാ, പിരിച്ചു വീട്ടിൽ കൊണ്ടുകൂടാ, വീട്ടിൽ കൊണ്ടുപോയി കൂടാ. ഈ മാസം നീ കാണും, നിന്റെ അവകാശം ആരെങ്കിലും മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നെങ്കിൽ, ഏതെങ്കിലും അവകാശം മണ്ണൊട്ട് മൂടാനാണ് പിശാചിന്റെ പദ്ധതിയെങ്കിൽ, ഇന്ന് പകൽ അത് അവസാനിക്കുന്നു. ഇന്ന് പകൽ 9:45 അതിന് സ്റ്റോപ്പ്. അതിന് അടിസ്ഥാനപരമായ വിടുതൽ ദൈവം നൽകുന്ന ദിവസമാണ്. സത്യം. ഇപ്പോൾ മരിച്ചതിനെ കുഴിച്ചിടണ്ടേ? ഭാഷ വേണം, മരിച്ചതിനെ കുഴിച്ചിടണം.
ആരും ഉപ്പ് വെച്ച് വയ്ക്കില്ലല്ലോ. മരിച്ചുപോയവനെ കുഴിച്ചിടണം. പക്ഷേ മരിക്കും എന്ന് ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട് ദൈവം തമ്പുരാൻ. അന്ന് ഇവിടെ നാം വിടും. അതിനു മുമ്പ് കുഴിച്ചിടണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? എന്ന് മരിക്കും എന്ന് എനിക്കറിഞ്ഞൂടാ, ദൈവത്തിനറിയാം. ഒരു വാക്യം വായിച്ച് 39-ാം സങ്കീർത്തനം. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാവരും എടുത്തേ. യഹോവേ എൻ്റെ അവസാനത്തെയും. ദാവീദ് ചോദിക്കുന്നു, പറ എൻ്റെ അവസാനം എന്നെന്ന് പറ. എൻ്റെ അവസാനമെന്ന് പറ. ദാവീദ് ചോദിക്കുന്നു, എൻ്റെ അവസാനം എന്നാ? ഞാൻ എന്നാ മരിക്കുന്ന ഒരു അവസാനം പറ. ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചിലപ്പം പോവും, അതുകൊണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ അവൾ പറയുന്നു, അവൾ പോവും നേരത്തെ, എന്തോ ചെയ്യാനാ. ഞാൻ പറഞ്ഞടി, ഞാൻ ചിലപ്പോൾ നിനക്ക് മുമ്പേ ഞാൻ പോവും. ഇന്നലെ രാത്രി നടന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൾ പറയുന്നു, അവൾ പോകുമെന്ന് നേരത്തെ. ഞാൻ പോകാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു, അവൾ പോകാൻ വേണ്ടി അവൾ നിൽക്കും. എന്തോ ചെയ്യും? ആരെങ്കിലും ഒരാൾ ആദ്യം പോയല്ലേ പറ്റൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ടങ്ങ് പിരിഞ്ഞു. കാരണം 4-ാം വാക്യം, അവസാനം എന്നറിയില്ല. പറഞ്ഞിരുന്നെങ്കിൽ ATM-ൻ്റെ കോഡ് പോലും എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം പൂർണ്ണമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 4-ാം വാക്യം പറയുന്നില്ല. എന്നാണെന്ന് പറയുന്നില്ല. എന്നാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോടൊന്ന് എനിക്കൊരു സെൻറ്റാപ്പ് മേടിക്കാമായിരുന്നു. പ്രൈസ് ഗോഡ്. ചർച്ചുമായിട്ടും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് പൂർത്തീകരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളോടെല്ലാം ഒന്ന് സന്തോഷത്തോടെ വിട പറയണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം 36-ൽ എൻ്റെ സ്നേഹിതൻ പോയി. ഇന്നലെ 36-ൽ പോയി ഒരാൾ. കഴിഞ്ഞ ആഴ്ച 38-ൽ ഒരാൾ പോയി. അതിൻ്റെ 3 മാസത്തിന് മുമ്പ് വീണ്ടും 48-ൽ ഒരാൾ പോയി. ഇപ്പം എൻ്റെ സ്നേഹിതന്മാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോടൊരു യാത്രയിപ്പ് ചോദിക്കാമായിരുന്നു. വാക്യം 34 വായിക്കേ. യഹോവേ എൻ്റെ അവസാനത്തെ ഒന്ന് പറഞ്ഞതാ. പറയത്തില്ല. ഞാൻ എന്നും മരിക്കുമെന്ന് നീ ഒന്ന് പറ. 2-ാം വാക്യം എന്തുവാ? 2-ാം ഭാഗം 2-ാം ഭാഗം. യഹോവേ, അടുത്ത വാക്യം, എൻ്റെ ആയുസ്സ് എത്ര? പറ. മിണ്ടിയില്ല. അപ്പോൾ നീ എന്നും മരിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തി തരാതിരിക്കുമ്പോൾ നീ എന്നും മരിക്കുമെന്ന് ദൈവത്തിനറിയാം. നിന്റെ ആയുസ് ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന ദിവസം ദൈവത്തിനറിയാം എന്നിരിക്കെ ആ അറിവിനെ മറികടന്ന് നേരത്തെ ശവക്കുഴി വെട്ടിയാലും എടാ അതവിടെ കിടക്കത്തേ ഉള്ളൂ. വയ്ക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പ്രാവശ്യമാ കുഴി വെട്ടിയത്?
എത്ര പ്രാവശ്യം അവനെ കുഴി വെട്ടിയവർ, എത്ര പ്രാവശ്യം മൺവെട്ടി എടുത്തവർ, എത്ര പ്രാവശ്യം പിക്കാസ് എടുത്തവർ, എത്ര പ്രാവശ്യം ടാർപ്പാളത്തിന് ഓർഡർ കൊടുത്തവർ, എത്ര പ്രാവശ്യം ഭൂമിന് ഓർഡർ കൊടുത്തവർ. എന്താ നീ ജീവനോടിരിക്കുന്നവർ? സമയത്തിനു മുമ്പ് നിന്റെ രോമത്തെ തൊടാൻ കരമടിച്ചവനെ ആരാധിച്ചു കേറ്. ചിലരുടെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ കാപാല്യ ശക്തികൾ, ഇരുളിന്റെ അധികാരങ്ങൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറുകയാണ്, അഴിഞ്ഞു മാറുകയാണ്, അഴിഞ്ഞു മാറുകയാണ്. നിന്നെ തൊടാൻ അനുഭവിക്കത്തില്ല. രോഗത്തിനും ദുരിതത്തിനും കടുതിക്കും കടഭാരത്തിനും വെല്ലുവിളിക്കും ആഭിചാരത്തിനും മന്ത്രവാദത്തിനും ഇരുളിന്റെ അധികാരങ്ങൾക്കും നിന്നെ തൊടാൻ 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 ദൈവം ദൈവം. ഇനി ഉള്ള മെസ്സേജ് നമ്പർ 3. മെസ്സേജ് ദൂത് മാത്രം പറഞ്ഞു വിടാം. ലൂക്കോസ് യോഹന്നാൻ 11:43. പെട്ടെന്ന് യോഹന്നാൻ 11:43. ലാസറേ പുറത്തു വരിക എന്ന് വിളിക്കുമ്പോൾ ലാസറിന്റെ അവസ്ഥ പുഴു കൃമി നാറ്റം. പുഴുവെടുത്തു, കൃമി കയറി, പിന്നെ പുഴുവും കൃമിയും ഒന്ന് തന്നെയാണ്. പുഴുവും കൃമിയും ഒക്കെ പിന്നെ നാറ്റം വെച്ചു. നാറ്റം വെച്ച് കഴിഞ്ഞു. നാറ്റം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വിളി, ലാസർ. കല്ലറ ചെന്ന് ലാസർമാരെ വിളിച്ചു നോക്കൂ, നാട്ടുകാർ ഓട്ടിക്കും. ദേ ഒരു ഭ്രാന്തം വന്നിരിക്കുന്നു, ഭ്രാന്തം വന്നിരിക്കുന്നു, ഭ്രാന്തം വന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കണമെങ്കിൽ ഒറ്റ വിളിക്ക് തന്നെ ആള് പുറത്തു വരണം. ഒരു വിളി വിളിച്ചു വന്നില്ല, 2 വിളിച്ചു വന്ന്, 3 വിളിച്ചു വന്നില്ല. നാട്ടുകാർ പിന്നെ ഊളംപാറയിൽ വിടും. പക്ഷേ ഒറ്റ വിളി, പോവാരടാ, കേറി വീഞ്ഞു പോരെ. നീ അവിടെ കിടക്കേണ്ടവനല്ല, നീ പുഴുവെടുക്കേണ്ടവനല്ല, നീ കൃമി എടുക്കേണ്ടവനല്ല മോനെ. സമയത്തിനു മുമ്പ് നിന്റെ നന്മയെ അപഹരിക്കാൻ ദൈവം അനുവദിക്കയില്ല. സമയത്തിനു മുമ്പ് നിന്റെ ഓഹരി അപഹരിപ്പാൻ ദൈവം അനുവദിക്കയില്ല. കൂടിപ്പോയ 4 ദിവസം, കൂടിപ്പോയ 4 ദിവസം, കൂടിപ്പോയ 4 ദിവസം, കൂടിപ്പോയ 4 വർഷം, കൂടിപ്പോയ 4 വർഷം, കൂടിപ്പോയ 4 യാമം. ഗ്ലോറി. യേശു പറയുന്നു, പുറത്തു വാ. കിട്ടത്തില്ലെന്ന് വിധി എഴുതി കച്ചടയിലേക്ക് നിന്റെ വലിച്ചെറിഞ്ഞ വിഷയമില്ലേ, ഇന്നത്തെ സഭാരാധനയിൽ പുറത്തു വരും. പുറത്തു വന്നപ്പോൾ അത് ലാസർ യേശുവിനോട് ചോദിച്ചു, എന്തിനാ വിളിച്ചേ? ഞാൻ അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നല്ലോ, എന്നെ എന്തിനാ വിളിച്ചത്? മോനെ, ഉറങ്ങാൻ സമയമായില്ലടാ, പന്തിയിലിരിക്കേണ്ടവനാ നീ. 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ പന്തിക്കകത്തിരിക്കെ, ഇരിക്കേണ്ട ഇടത്ത് ഇരുത്തുന്നതിനു മുമ്പ് നിന്നെ കൊല്ലാനും പുഴെടുക്കാനും ഇത് നിന്നെ അനുവദിക്കയില്ലെന്നാ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ ഇരിക്കേണ്ടിടത്ത്, പോകേണ്ടിടത്ത്, വരേണ്ടിടത്ത്, ചെല്ലേണ്ടിടത്ത് നീ ചെല്ലാതെ അതിനു മുമ്പ് നിന്റെ രോമത്തെ പുഴുവെടുക്കാൻ, നിന്റെ ഭാവിയെ പുഴുവെടുക്കാൻ, നിന്റെ ജീവിതത്തെ ഒതുക്കി കേട്ടാൻ ഒരു ഇരുളിന്റെ ശക്തിക്കും കഴിയില്ലെന്നാ പറഞ്ഞത്. പിശാച് പറയും, നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നീ കാണാൻ അനുവദിക്കത്തില്ല. അപ്പം നീ പറയണേടാ പിശാചേ, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കാണണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അതിനു മുമ്പ് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാലുവേദന, കൈവേദന, തലവേദന, മറവി, കെടുതി, ക്ഷീണം, നട്ടല് വേദന, തൈറോയ്ഡ്, ഇതൊക്കെ നീ കൊണ്ടിട്ടാലും എൻ്റെ അകത്തെ പ്രാണനെ തൊടാൻ നിനക്ക് കഴിയില്ലടാ പിശാചേക്കാർ. പന്തിക്കിരിക്കേണ്ട ഇന്നലെയുടെ നാളുകൾ
ഉണ്ട്. നീ തീർന്നെന്ന് വിധി എഴുതരുത്. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ബലഹീനതയുടെ മുന്നിൽ നീ വന്നു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തെ കണ്ടുകൊണ്ട് തീർന്നെന്ന് നീ വിധി എഴുതരുത്. നിന്റെ കളം മാറ്റി ചവിട്ടാൻ ദൈവത്തിന് കഴിയും. റൂട്ട് മാറ്റുമയോ നിന്നെ അനുഗ്രഹിക്കും. റൂട്ട് മാറ്റും അവൻ. പന്തിക്കകത്തിരിക്കേണ്ടവനെങ്കിൽ ഇരുന്നേ മതിയാകതിന് മുമ്പ് ഒരുത്തനും നിന്നെ തൊടൂല. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം കൂടെ, ലൂക്കോസ് മർക്കോസ് 2:11 പെട്ടെന്ന് വായിച്ചാട്ടെ, പറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് 1 എഴുന്നേൽക്കുക, 2 കിടക്ക എടുക്കുക, 3 വീട്ടിൽ പോകുക. 3 കാര്യങ്ങൾ അവനോട് പറയുകയാണ്. 3 കാര്യം നീ ചെയ്യണം. 1 എഴുന്നേൽക്കുക, ഭൂതകാലം. ആമേൻ. കിടക്ക എടുക്കുക, വർത്തമാനകാലം. വീട്ടിലോട്ട് പോകുക, ഭാവികാലം. അവൻ്റെ ജീവിതത്തിൽ അവൻ എഴുന്നേറ്റിട്ടില്ല. കട്ടിലിൽ ഓട്ടിക്കിടക്കുന്ന അസ്ഥികൂടത്തെ നോക്കിക്കൊണ്ട് യേശു പറയുന്നു, ഡേയ് എഴുന്നേൽക്കണോ. ചുമ്മാ എന്തോന്ന് നീ കയറി കിടക്കുന്നു. ചെന്ന് പെണ്ണ് കെട്ടടാ, പോടാ. ചെന്ന് പെണ്ണ് കെട്ടടാ. കയറി കിടക്കണ കിടപ്പ് കണ്ടില്ല, കയ്യും അടിക്കില്ല, പാടുമില്ല, വായും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തടാ ഇരിപ്പിരിക്കണം. കൈ അടിച്ചോട്ട് ആരാധിക്കണം അങ്ങോട്ട്. അതോടെ അവൻ്റെ കെട്ട് പൊട്ടി. ആ വാക്യത്തിൻ്റെ ഒരു വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. മതി 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 കിടന്ന് പൂത്ത ഉറക്കം. SLC പരീക്ഷ, +2 പരീക്ഷ, പോണ ഉറക്കം. എണീറ്റ് ഭൂതകാലത്തിൻ്റെ ഭൂതാത്മാവിനാൽ, ഭൂതശക്തികളാൽ പിടിക്കപ്പെട്ട് നാളെ എന്ന് പറയുന്ന ഭാവിക്കകത്ത് ചെന്ന് കയറാതിരിപ്പാൻ നിന്നെ വരിഞ്ഞു കെട്ടിയ ബന്ധനത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിയണം. കാൽവരിയുടെ രക്തത്താൽ ജയം. യേശുവിൻ്റെ ഇനി നീ കിടക്കരുത്. ഇറങ്ങേറ്. മതി, കിടന്നത് മതി, ചുറ്റി അടിച്ചത് മതി, കിടന്നത് മതിയടാ. എണീക്ക്. ഭൂതകാലത്തോട് വിട്ട പറഞ്ഞ ആത്മമണ്ഡലത്തിൽ ശക്തി ഏറ്റെടുത്ത് ദൈവകരം ഏറ്റെടുത്ത് ആത്മാവിനോട് ഇടപെടുകയാണ്. എഴുന്നേൽക്കുക.